കോൺഗ്രസിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പല മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും, ഒരു സംശയമില്ല. കോൺഗ്രസിൻ്റെ പല വൻ തോക്കുകളും കൊലകൊമ്പന്മാരും ദേശീയ തലത്തിലെ പല പ്രമുഖരും കാലിടറി വീഴുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ 100% വിജയിക്കും. പിന്നെന്താണ്, തരൂർ തോറ്റ് തുന്നമ്പാടും ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ അനിൽ ആന്റണിക്കും ശോഭാ സുരേന്ദ്രനും എല്ലാം എതിരായി വളരെ ആസൂത്രിതമായി. കാരണം ആലപ്പുഴയിൽ ആരുടെ കാലാണ് ഇടറുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാമല്ലോ, ആരാണ് അവിടെ മത്സരിക്കുന്നതെന്ന്. ഇതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. ഇല്ലല്ല, ആ പ്രചരണം ശോഭാ സുരേന്ദ്രൻ അല്ല നടത്തിയത്. ആ പ്രചരണം അനാവശ്യമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു പുകമറ സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത്. അതൊന്നും ഇവിടെ ആരും അംഗീകരിക്കില്ല. BJP അതിനെ ഗൗരവമായിട്ട് കാണുന്നേയില്ല. അങ്ങനെ പറഞ്ഞോ കൃഷ്ണദാസ്, നിങ്ങളോട് പറഞ്ഞോ ബഹിഷ്കരിച്ചാണെന്ന്? അല്ല, നിങ്ങൾ ഈ പറഞ്ഞ ബഹിഷ്കരിച്ചോ എന്ന് കൃഷ്ണദാസോ MT രമേശോ രാധാകൃഷ്ണനോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന ജോലിയാണ്. ഈ അനാവശ്യ വാർത്തകൾ നിങ്ങൾ കൊടുക്കരുത്. അവരാരെങ്കിലും നിങ്ങളോട് പറഞ്ഞോ? നിങ്ങളുടെ ഓഫ് റെക്കോർഡെങ്കിലും പറഞ്ഞോ? എന്തിനാണ് നിങ്ങൾ ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്? എന്തുകൊണ്ട് വരുന്ന എല്ലാ മീറ്റിങ്ങിനും ആൾ വരുമോ? നിങ്ങൾ ഈ പച്ചക്കള്ളം ഉണ്ടല്ലോ മാധ്യമങ്ങളുടെ. ഒരാളെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ബോയ്ക്കോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ത് BJPക്ക് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? BJP അതുകൊണ്ട് എന്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിന്റെ